എനിക്ക് ഒരു ഭാഗം കൂടെ ഈ വീഡിയോ കാണുന്നവരോട് ക്ലിയർ ആക്കാനുള്ളത്, പലയിടത്തും പല ശരീരങ്ങളിൽ ആത്മാവ് കയറുന്നത് കാണുന്നുണ്ട്. നമ്മുടെ ഹൈന്ദവ തലത്തിലാണെങ്കിലും ക്രിസ്തീയ തലങ്ങളിലും പലയിടത്തും ഭൂതങ്ങളെ പുറത്താക്കുന്നതൊക്കെ സംഭവം നമ്മൾ പലരും കണ്ടിട്ടുള്ളതൊക്കെയാണ്. അത് എനിവേ, അപ്പം ചിലർക്ക് ചോദിക്കും, യേശു എന്ന വ്യക്തി ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിനകത്ത് അവർക്കൊരു ചിലപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ഒരു ആവശ്യകത വരും. അപ്പം യേശു പിന്നെ ആ ശരീരത്തിലില്ല എന്ന് ക്രിസ്തു. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒരു പ്രധാന കാര്യം, ഒരു വ്യക്തിയിൽ മറ്റൊരു ആത്മാവ് വസിക്കാൻ തുടങ്ങിയാൽ, ആ ആത്മാവ് വസിക്കാൻ തുടങ്ങിയാൽ പഴയ മനുഷ്യനോ പഴയ ആത്മാവിൻ്റെ സാന്നിധ്യമോ ആ വ്യക്തിയിൽ ഉണ്ടാകില്ല. പഴയ ആത്മാവിൻ്റെയോ പഴയ മനുഷ്യൻ്റെ സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് യേശു എന്ന പഴയ മനുഷ്യൻ, യേശു എന്ന പഴയ ആത്മാവ് ആ ശരീരത്തിൽ ഇല്ല. പിന്നെ വന്നത് ആരാണ്? പിന്നെ വന്നത് പുതിയൊരു ആത്മാവായിരിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് ആ ശരീരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ബോഡി പിന്നെ ആരുടെയാണ്? ദൈവത്തിൻ്റെയാണ്. സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തുവിടെ. അതെ, അതിനകത്ത് ഈ ആൾക്കാർക്ക് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ ലോജിക്കലി ബുദ്ധിപരമായി ചിന്തിക്കുമ്പോഴത്തേക്ക് മനസ്സിലാകാത്ത ഒരു ആശയം എന്ന് പറയുന്നത്, ഇപ്പോൾ മനോജ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. എനിക്ക് എൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്, അത് മനോജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിരീശ്വരവാദമോ യുക്തിവാദമോ ഒക്കെ പറയുന്ന ആൾക്കാർ പറയും, ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദുരാത്മാവ് അല്ലെങ്കിൽ പിശാചിൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് എങ്ങനെ വസിക്കും? അത് വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഈ വസിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ ഉണ്ടാകുക അല്ലെങ്കിൽ ദുരാത്മാവ് എന്നിൽ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ആത്മാവല്ല അവിടെ വരുന്നത്. അത് ബൈബിളിൻ്റെ ഒരു ടെർമിനോളജി അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം യഹൂദന് ഈ ആത്മാവുമായിട്ടൊക്കെ ഒത്തിരി ബന്ധമുണ്ട്. ഹൈന്ദവ മതത്തിനകത്ത് പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ ഒഴിപ്പിക്കൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് പരിചയസമ്പന്നമാണ്. സോ ഇതുപോലെ യഹൂദന് ഈ ആത്മാവെന്ന് പറയുന്ന വിഷയം കുറച്ച് പരിചയമുള്ളത് കൊണ്ട് ആ പല ആശയങ്ങളും യഹൂദന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഈ ആത്മാവെന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എനർജിയാണ്, അല്ലെങ്കിൽ ഒരു വെളിച്ചമാണ്. ഇരുട്ടും വെളിച്ചവും, വിസ്ഡവും അതായത് അറിവും ജ്ഞാനവും. അപ്പോൾ ദൈവികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ശരിക്കും നമ്മൾക്കുണ്ടാകുന്നത് ഈ വിസ്ഡത്തിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചമാണ്. കറക്റ്റ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് പറയേണ്ടി വരും. അത് മാറ്റി നിർത്തുക. അപ്പോൾ യേശുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചു എന്ന് പറയുമ്പോൾ യേശുവിൽ ദൈവത്തിൻ്റെ വിസ്ഡം അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ജ്ഞാനം വസിച്ചു. ശലോമോന് ചോദിച്ചല്ലോ, ശലോമോന് പറയുവാണ്, ഈ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മജ്ഞാനം എനിക്ക് തരണമെന്നാണ്. അതൊരു വെളിച്ചമാണ്. സോ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തെയാണ് ഈ പറയുന്ന ആത്മാവ് എന്ന് പറയുന്നത്. സകലതുമുണ്ട്, അതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. പൗലൂസിന് കിട്ടിയതും ഈ ആത്മജ്ഞാനമാണ്. ഓഹോ. അപ്പോൾ ആത്മജ്ഞാനം എന്ന് പറയുന്നത് കണ്ണിനെ പ്രകാശിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പൗലൂസ് പറയുന്ന ഇതാണ്, ഞാൻ ഇന്നലെ വരെ കണ്ടതിൽ നിന്ന് എൻ്റെ കണ്ണ് ഫ്യൂസായി പോകുന്ന ഒരു അമാനുഷികമായൊരു വെളിച്ചം ഞാൻ കണ്ടു. അതിലെൻ്റെ കണ്ണടിച്ചുപോയി. ആ വെളിച്ചം എന്താ? ഈ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അല്ലാതെ അവിടെ വേറൊരു സൂര്യനൊന്നും ഉദിച്ചൊന്നും വന്നില്ല. നട്ടുച്ച എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ആ യഹൂദ മതത്തിൻ്റെ ആ അനുഷ്ഠാനിയായിട്ട് അതിനെ മറ്റുള്ളവരിലേക്കും കൂടെ പകരാനായിട്ടുള്ള ആ ഒരു തീവ്രതയിൽ നിൽക്കുന്നതാണ് സൂര്യൻ്റെ വെളിച്ചം. ഇപ്പോൾ സൂര്യനെ കവിയുന്നൊരു വെളിച്ചം എന്ന് പറയുന്നത് ഞാൻ ആർജിച്ചെടുത്ത കാര്യങ്ങളിനേക്കാൾ മേൽത്തരമായിട്ട് ദൈവം എന്നിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്ന ആ വെളിച്ചം, ആ വിസ്ഡം, അതാണ് സൂര്യനെ കവിയുന്ന പ്രകാശം. ആ പ്രകാശത്തിലാണ് അവൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോകുന്നത്. ആ പ്രകാശത്തിൻ്റെ പൊരുളെന്താണ്, അതെങ്ങനെ അതിനെ വിവേചിക്കണം, അതിനെ എങ്ങനെ ശരിക്കും എന്നിൽ അത് എങ്ങനെ നിവർത്തിക്കണം എന്നുള്ള പരിജ്ഞാനം കൊടുക്കാനാണ് അനന്യാസ് വരുന്നത്. ഈ വെളിച്ചത്തെ എങ്ങനെ വിവേചിക്കണമെന്നും അതിനെ എങ്ങനെ എന്നിൽ അനുവർത്തിക്കണമെന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം ഇത് പുതിയൊരു കാര്യം. അനന്യാസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ആത്മാവ് വരുന്നു അല്ലെങ്കിൽ ആത്മാഭിഷേകം എന്നൊക്കെ പറയുമ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ കൺസെപ്റ്റ് പിടികിട്ടത്തില്ല. മേളിൽ നിന്നോ വന്ന് വീഴുന്നതൊക്കെ ധരിക്കും, അല്ലെങ്കിൽ ശരീരത്തിനകത്ത് മറ്റേതോ ഒരാൾ വന്ന് വസിക്കുന്നു എന്നൊക്കെ ധരിക്കും. അങ്ങനെ മറ്റൊന്നുമല്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ ആത്മാവിൽ സംസാരിക്കുവാണ്, നമ്മുടെ ഉള്ളിലിരുന്ന് വേറെ ആരെങ്കിലും സംസാരിച്ചിട്ടല്ലല്ലോ നമ്മൾ ഈ എൻ്റെ അറിവോട് കൂടെ തന്നെയാണ്, എൻ്റെ ബുദ്ധിയോട് കൂടെ തന്നെയാണ്. ഞാൻ സർവ്വമായിട്ടും ആ ഒരു ഇൻ്റലക്ച്വൽ സിസ്റ്റത്തിൽ ഇരുന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ സംസാരിക്കുന്ന കാര്യം ഞാൻ ബൈബിളിൽ നിന്ന് വായിച്ചതല്ല, പ്രസംഗം കേട്ടിട്ടല്ല,
ഈ ഇന്ദ്രിയങ്ങളിലൂടെ ആർജിച്ച് വെച്ചിട്ട് ഞാൻ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ഞാൻ ഈ സംസാരിക്കുന്ന കാര്യം സൈമൾട്ടേനിയസ് ആയിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ വരുന്നതാണ്. ഇതാണ് അഭിഷേകത്തിൻ്റെ തരം. അതെ 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 അല്ലേ? അതെ. സോ നമ്മൾ ഒരിക്കലും വായിച്ച് പഠിച്ചതോ കേട്ട് പഠിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഈ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത്. കാരണം അവർക്ക് കേട്ടറിവിരിക്കുക, കണ്ടറിവിരിക്കുക. അതെ ഇല്ലേ? ബൈബിളിൽ നിന്ന് വായിച്ചതും ബൈബിളിൽ നിന്ന് മറ്റുള്ളവർ പറഞ്ഞു കേട്ടതുമായിട്ടുള്ള അറിവുകൾ അകത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്ന ആശയത്തെ അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്. പക്ഷെ നമ്മൾ പറയുന്ന ആശയം യേശു പറഞ്ഞതുപോലെ, പൗലൂസ് പറഞ്ഞതുപോലെ, ആ ദൈവത്തിൻ്റെ ആത്മാവ് ജ്ഞാനത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഫ്രഷ് ആയിരിക്കും. ആ ജ്ഞാനത്തിന് എപ്പോഴും ഒരു പുതുമയുണ്ട്. അതെ, അത് തീർച്ചയായിട്ടും. അത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു സഹോദരനോട് ഒരു 1-2 പ്രാവശ്യം എന്നോട് പ്രതിപാദിച്ചൊരു കാര്യമാണ്, ബൈബിൾ ദൈവവചനമാണ്, അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ വചനമാണ് എന്നാണ്. അതായത് ജീവൻ. അപ്പം ഞാൻ പുള്ളിയോട് പറയുന്നത്, സംഭവിച്ചിരിക്കുന്ന പഴയ കാലത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അത് നമുക്ക് അറിയാൻ വേണ്ടി എഴുതിയത്. പക്ഷെ എന്നാൽ അതിനകത്ത് ആത്മസാന്നിധ്യം കൊണ്ട് എഴുതിയവരും ഉണ്ട്. അതാണ് സത്യം. എൻ്റെ കാര്യം ആത്മാവിൻ്റെ സാന്നിധ്യം, അതുകൊണ്ടാണ് തിരുവെഴുത്തെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, വചനമെന്ന് പറയുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് സാക്ഷാൽ ക്രിസ്തുവാണെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. പക്ഷെ ഇന്ന് ഇത് അംഗീകരിക്കാൻ ആൾക്കാരില്ല. ഇന്നിവിടെ ആരും അംഗീകരിക്കുന്നില്ല. അതായത് അവർ പറയുന്നത് എന്താണെന്നറിയാം, ഈ കറുത്ത വേദപുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിളിൽ പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാകുന്ന ക്രിസ്തുവാണെന്ന് പറയുന്നു ബൈബിളിൽ. അത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ബ്രദറെ. അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു 10 വേലക്കാരുണ്ടെന്നിരിക്കട്ടെ, കൂലിക്ക് ജോലി ചെയ്യുന്ന കുറച്ച് വേലക്കാർ. ആ വേലക്കാർ ശരിക്കും അനുസരിക്കേണ്ടത് നിങ്ങൾ പറയുന്ന ആജ്ഞകളെയാണ്. അത് നിങ്ങൾ വിദേശത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് പോകും, ഇത്രയും കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ ചെയ്ത് വെച്ചേക്കണമെന്നുള്ളത്. സോ ഇതുപോലെ ഈ വേലക്കാർക്ക്, കൂലിക്കാർക്ക് പറഞ്ഞിരിക്കുന്നതാണ് ഈ കറുത്തത്, ഇൻസ്ട്രക്ഷൻസ്. പക്ഷെ മക്കൾക്കുള്ളത് ലൈവാണ്. ഇപ്പം നിങ്ങളിപ്പം നിങ്ങളുടെ മകൻ്റെ അടുത്ത്, മനുവിൻ്റെ അടുത്ത് ലൈവായിട്ട് സംസാരിക്കും. എടാ എന്നാ ചെയ്യടാ, അത് ചെയ്യടാ, അങ്ങനത്തെ കാര്യം, അത് ഇത് ഇങ്ങനെ ലൈവായിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. ബ്രദർ, ഈ പറഞ്ഞാൽ ഓരോ സമയങ്ങളിൽ ദൈവിക ജ്ഞാനങ്ങൾ ഇതുപോലെ വീഡിയോസിൽ പറയുന്നു. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ദൈവിക ജ്ഞാനം പറയുന്നു. പക്ഷേ ഈ ദൈവിക ജ്ഞാനം പറയുന്നതിനെ കുറിച്ച് നിങ്ങളുടെ വാക്കുകളൊന്ന് കേട്ടിട്ട് ഒന്ന് ആത്മാവിലൊന്ന് അനലൈസ് ചെയ്യാൻ പോലും ആൾക്കാർ നിൽക്കുന്നില്ല. പക്ഷെ അതിന് കാരണം എന്താണെന്നറിയാം, അതാണ് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയൊരു വലിയ സത്യം. ഇവർക്ക് ദൈവവുമായിട്ട് ഡയറക്റ്റ്ലി ഒരു കണക്ഷൻ ഇല്ല. അതാ വിഷയം. ദൈവവുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. പാസ്റ്ററിലൂടെ, അച്ഛനിലൂടെ, പള്ളിയിലൂടെ, പുസ്തകത്തിലൂടെ. ഈ പഴയ കാലത്ത് അവർ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പഴയ അബ്രഹാമിൻ്റെ ദൈവം, പക്ഷേ ഇപ്പോഴെനിക്ക് സങ്കടത്തോടു കൂടി പറയാനുണ്ട്, അബ്രഹാമിൻ്റെ ദൈവത്തെ അവർക്കറിയാം, ഇസഹാക്കിൻ്റെ അറിയാം, യാക്കോബിൻ്റെ അറിയാം, ഈ പഴയ നിയമ പിതാക്കന്മാരെ എല്ലാം അറിയാം, പൗലോസിൻ്റെ ദൈവത്തെ അറിയാം, അവരറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ വിമലിൻ്റെ ദൈവത്തെയോ അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ദൈവത്തെയോ ആർക്കറിയില്ല. അതെ, അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബോൾഡ്നെസ് വരുന്നത്, ഏറ്റവും വലിയ ആ ഒരു ചങ്കുറപ്പ് വരുന്നത്. ഞാൻ ആരാധിക്കുന്നത്, നിങ്ങൾ പറയുന്ന സാധനം ബൈബിളിൽ ഇല്ലല്ലോപ്പാ. അതെ, നിങ്ങൾ പറയുന്ന സാധനം ബൈബിളിലില്ല, അത് ബൈബിൾ ദൈവവചനത്തിനില്ല. പിന്നെ എങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്? അതെ, അതാണ് ഈ തന്തയ്ക്ക് പറക്കണമെന്ന് പറയുന്നത്. കാരണം എനിക്ക് എൻ്റെ തന്ത ആരാണെന്ന് അറിയാം. ഞങ്ങൾക്ക് തമ്മിൽ ഡെയിലി 24/7 കമ്മ്യൂണിക്കേഷനുണ്ട്, കോൺവെർസേഷനുണ്ട്. ഈ വേറൊരു കാര്യം കൂടെയുണ്ട്. ചില ആൾക്കാർക്ക് ദൈവം തന്തയാണെന്ന് അറിയാം, പക്ഷെ വേറൊരു ചൊല്ലില്ലേ, തന്തയ്ക്ക് പിറന്നാൽ മാത്രം പോരാ, തന്തയുടെ സ്വഭാവം കൂടെ കാണിക്കണമെന്നില്ലേ? പിറന്നാൽ മാത്രം പോരാ, ആ സ്വഭാവം കൂടെ നമ്മൾ ആരാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് തന്തയെ അറിയുകയും ചെയ്യാം, തന്തയുടെ സ്വഭാവമാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. അവനവൻ സ്വയമായിട്ട് മനസ്സിലാക്കി ആസ്വദിക്കേണ്ട കാര്യത്തെ മറ്റുള്ളവരുടെ മുന്നേ ഇരുന്ന് കുത്തിയിരുന്നിട്ട് അവർ പറയുന്നത് തിരികെ അകത്ത് കയറ്റിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ സമൂഹം വാസ്തവത്തിൽ വളരെ സങ്കടമുണ്ട്. ഇത് അവർ വളരെ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്തിനല്ലേ എൻ്റെ അപ്പനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം? എൻ്റെ അപ്പനുമായിട്ട് എനിക്ക് ഡയറക്റ്റ് ബന്ധമുണ്ടെങ്കിൽ അപ്പനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം? ഇതാണ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് പിതാവും പുത്രനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം എന്ന് പറയുന്നതാണ്.
ഈ പരിശുദ്ധാത്മാവും പിതാവും പുത്രനുമായിട്ടുള്ള കൂട്ടായ്മ ഇതാണ് ബ്രദർ. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നത്, ഈ പല ആൾക്കാരും പള്ളിയിൽ പോയിട്ട് മറ്റുള്ളവരുടെ ഇതിൽ പോയി കേട്ടിട്ട് അവർ പറയുന്നത് ശരിയാണെന്ന് വിഴുങ്ങി ജീവിക്കുന്നവരോട് നമുക്കൊരു കാര്യം പറയാനുള്ളൂ, ഒരല്പം ഒന്ന് ചിന്തിക്കുക. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരുടെ പേരിലാണോ നിങ്ങൾ ഈ ചെന്ന് പള്ളിയിലിരിക്കുന്നത്, ആരുടെ പേരിലാണോ പാസ്റ്റർമാരുടെ ഈ വാചാലത കേൾക്കുന്നത്, ഈ അവർക്ക് സത്യം പറഞ്ഞ ശരിയായ തെളിവില്ലാത്ത കണ്ണിൽ കൂടി പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നതിലുപരി എന്ന് പറഞ്ഞ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ സത്യമാണോ എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒന്ന് ബന്ധപ്പെട്ടിട്ട് പിതാവിനോടൊന്ന് ചോദിച്ചാൽ ഇതിന്റെ സത്യം കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം ജീസസ് ചില കാര്യങ്ങൾ പറയുമ്പോൾ, ചില കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, അന്നത്തെ മതവക്താക്കൾ യേശുവിനെതിരെ എന്താ പറഞ്ഞത്? ഇവന് ഭൂതമുണ്ട്, ദൈവദൂഷണം പറയുന്നു, ഇവന് വട്ടാണ്, ഭ്രാന്താണ്. നമ്മളിപ്പോൾ എന്തൊക്കെ പറയുന്നു അത് തന്നെയാണ് അന്നത്തെ മതവക്താക്കളെല്ലാം യേശുവിനോടും പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് ഈ പറയുന്ന മതവക്താക്കൾ നമ്മെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അന്ന് യേശുവിനോട് പറഞ്ഞത് 100%. യേശു അത് പ്രവചിച്ചിട്ടുമുണ്ട്. ഈ പച്ചമരത്തോട് ഇവർ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളെടുത്ത് എത്ര അധികം ചെയ്യും. എന്നെ പള്ളി പ്രശ്നമാക്കിയതുപോലെ നിങ്ങളെയും അവർ പള്ളി പ്രശ്നമാക്കും. അതുകൊണ്ട് ഇന്ന് എന്നെ CSIയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നുണ്ടെങ്കിൽ എനിക്ക് അഭിമാനമാണ്. കാരണം യേശു പറഞ്ഞ പ്രവചനം എന്നെക്കുറിച്ചുള്ള നിവർത്തീകരിച്ചു. അതാണ് സത്യം. കാരണം ദൈവപുത്രൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രൂഫാണ് ജീസസിൻ്റെ പ്രവചനം. നിന്നെ അവർ പള്ളി പ്രശ്നമാക്കും. അപ്പോൾ പള്ളി പ്രശ്നമാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണ്? ഞാൻ രക്ഷപ്പെട്ടു. കാരണം ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്താണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. അപ്പോൾ ഒരിക്കലും മകനും യാചകരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകത്തില്ല. സത്യം. ഇവരുടെ പുറമേ കാണുന്ന ഭവ്യത ഒരാൾ കാണിക്കുന്നെങ്കിൽ ബ്രദറെ, ഉറപ്പായിട്ടും അവരുടെ ഉള്ളിൽ ജീവന്റെ അംശമില്ല. സത്യം ഞാൻ പറഞ്ഞു. ഇപ്പം ദൈവത്തിൻ്റെ മക്കൾ തമ്മിൽ കാണുമ്പോഴത്തേക്ക് ഇതാണ് ഇതാണ്. മറ്റ് ദാസന്മാർ കാണുമ്പോഴത്തേക്ക് ഇവിടെ കൂടെ കൈ, ഇപ്പുറത്തൂടെ കൈ. ഇതാണ് ദാസന്റെ. അല്ല, ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ ദാസന്മാർ കൈ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കനം കാണാം. ഈ ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ, ഞാൻ ഇതുകൊണ്ട് പറയാതിരിക്കുന്നത് ശരിയല്ല, കാരണം എനിക്കതിലൊക്കെ ഇപ്പം എനിക്ക് ഒത്തിരി വിഷമമുണ്ട് കേൾക്കുമ്പോൾ. എൻ്റെ വീട്ടിൽ ഞാൻ പണ്ട് ഈ ഒരു മേഖല നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ അവിടെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു. എൻ്റെ സ്വന്തം ഒരു പുള്ളി ഒരു വലിയ തടിയനായ ഒരു പാസ്റ്ററാണ്. അയാളുടെ പേരൊന്നും പറയുന്നത് ശരിയല്ല, കാരണം ഇതൊക്കെ മാധ്യമങ്ങൾ അറിയുന്നല്ലേ. അയാൾ വീട്ടിൽ വന്നിട്ട് 10 അന്യഭാഷ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവിടെ ഭൂതം, ഇവിടെ ഭൂതം, മറ്റിടത്ത് ഭൂതം, മറിച്ചിടത്ത് ഭൂതം എന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, ബ്രദറെ, പുള്ളി എന്നിട്ട് ഒരു 10 അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് ഭൂതം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കെട്ടുണ്ട്, ഇവിടെ കെട്ടുണ്ട്, മറ്റിടത്ത് ഇത് ഞാൻ ഇപ്പോഴും പറയാം, ഈ പ്രിയ സഹോദരങ്ങളെ, ഇവർ ആദ്യം അറിയേണ്ടത് ഇവർ കള്ളന്മാരാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ കള്ളന്മാരാണ്. എന്താണെന്നറിയാം, അവരുടെ കള്ളം ഏൽക്കാത്തത് കൊണ്ട് അവര് ആത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ആത്മാവിന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ കള്ളത്തരം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനോട്, ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഈ പുള്ളിക്കാരനാണ്ട് അവിടെ കെട്ട് കിടക്കുന്നു, ഇവിടെ കെട്ട് കിടക്കുന്നു, മലയുടെ പോര്, അവിടുത്തെ പോര്, ഇവിടുത്തെ പോരെന്ന് പറഞ്ഞു. ഞാൻ ഇതെല്ലാം കേട്ടിട്ട് ചിരിക്കുകയാണ്. സത്യം പറയാം, ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളിയോട് ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞ, സഹോദര, നിങ്ങൾക്ക് അവിടെ നിൽക്കുന്ന പിശാചിനെ കാണാം, ഇവിടെ നിൽക്കുന്ന കെട്ട് കാണാം, അവിടെ നിൽക്കുന്ന സാധനത്തിനെ കാണാം. ഞാൻ ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് ദൈവത്തെ ഇതുവരെ കാണാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ആ കണ്ണ് പ്രകാശിച്ചിട്ടില്ലല്ലോ. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, നിങ്ങൾ ഇവിടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? അദ്ദേഹത്തിനോട് ഞാൻ രണ്ടാമത് ചോദിച്ചത്, നിങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകളിൽ പിശാചിനെ കാണാൻ കഴിയുമെങ്കിൽ മറ്റൊരു കെട്ടും പൂട്ടും മറ്റൊന്നിനെ കാണാൻ കഴിയും, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാനുള്ള കണ്ണ് നിങ്ങൾക്ക് ഉണ്ടായില്ലേ എന്ന് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. തിരിച്ച് പറയാൻ ആൻസർ ഇല്ല, കാരണം അത് അടഞ്ഞിരിക്കുവാണല്ലോ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞങ്ങൾ ഈ സംസാരിക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് ഏതെങ്കിലും പാസ്റ്റർമാർ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ കെട്ടിനെയും പൂട്ടിനെയും പിശാചിനെയും മറ്റതിനെയും കാണുന്നുവെങ്കിൽ ഇവർ വരുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ വ്യക്തികൾ വരുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ബന്ധനമുണ്ട്, ഇങ്ങനെ ബന്ധനമുണ്ട്, അവിടെ കെട്ടുണ്ട്, ഇവിടെ കെട്ടുണ്ട്, പൂട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്റർമാരെന്ന് പറയുന്ന വേഷത്തിലോ പ്രവാചകന്മാരെന്ന് പറയുന്ന വേഷത്തിലോ ആരെങ്കിലും കള്ളന്മാർ വരുന്നുവെങ്കിൽ, സഹോദരന്മാരെ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അവർ വീട്ടിനകത്തോട്ട് കയറ്റരുത്. ഇവർക്ക് 10 രൂപ നിങ്ങൾ കൊടുക്കരുത്.
ഇതിന്റെ പിൻപിൽ എന്ത് വന്നിരുന്നാലും ഞാൻ സഹിച്ചോളാം. കാരണം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെയോ നിങ്ങളിലിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ കാണാൻ കഴിയാത്ത ആരെങ്കിലും വരുന്നെങ്കിൽ അവനൊക്കെ പിശാചിന്റെ ഒറിജിനൽ മകനാണ്. കറുത്ത പാൻറ് ഇട്ടുകൊണ്ട് വരും, വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും, മീശ പഠിച്ചുകൊണ്ട് വരും, കയ്യിൽ ഒരു കറുത്ത ബുക്ക് എടുത്ത് തോളത്തും വെച്ചുകൊണ്ട് വന്നിട്ട് ദൈവദാസനെ ദൈവമക്കളെ എന്ന് പറഞ്ഞു നിങ്ങൾ കബളിപ്പിക്കപ്പെട്ട് പോകല്ലേ സഹോദരങ്ങളെ. ഒരു അപേക്ഷയാണ്. ഒന്ന് തിരിഞ്ഞ് ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എന്താണോ നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്, അല്പം നിങ്ങൾ മൂലയിലോട്ടിരുന്നിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഒന്ന് അടുത്തു വരൂ. ഈ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാകും. ഈ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലായാൽ, പ്രിയ സഹോദരങ്ങളെ, മനസ്സിലായി കഴിഞ്ഞാൽ ഈ കള്ളന്മാരെ വീട്ടിനകത്തോട്ട് കയറ്റരുത്. ഒരു സംശയം വേണ്ട. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് മുതൽ നിങ്ങൾ സ്വതന്ത്രരായി മാറും. കാരണം ഇങ്ങനെയുള്ള കള്ളന്മാർ വരുന്നത് അറപ്പാനും മുടിപ്പാനും കൊല്ലുവാനും അത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അറക്കുക എന്ന് പറഞ്ഞതിൻ്റെ സാരം എന്താണെന്നറിയാം ബ്രദറെ? ഇവർ സംസാരിച്ച് മയക്കും, ഭയങ്കരമായിട്ട് മയക്കും. നിങ്ങൾ മുടിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിച്ച് മയക്കുക, മുടിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പൈസ വാങ്ങിക്കും. ഇത് നിങ്ങൾ കൊടുക്കാതെ വരുമ്പോഴത്തേക്ക് നിങ്ങളെ എവിടെയെങ്കിലും ശപിക്കും. മനസ്സിലാക്കി ഇടപെടും സഹോദരങ്ങളെ. ഇപ്പോൾ പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു, ഈ ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് ചെല്ലും. ആരെങ്കിലും നിങ്ങളെ അവിടെ കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടിയേച്ച് പോരണമെന്നാണ്. ഇതുപോലെ നമ്മൾ പറയുവാണ്, ഇന്ന് അത്യാവശ്യം ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കള്ളന്മാർ അവരുടെ വീട്ടിൽ കയറുവാണെങ്കിൽ ചൂലെടുത്ത് അടിച്ചേക്കണം, കൊടുക്കുക. ഇതിന് കിട്ടുന്ന എന്തെങ്കിലും ശാപം ഉണ്ടെങ്കിൽ ഞാനും ഏറ്റ്. കാരണം ഇത് തന്നെയാണ് ജീസസ് വന്ന് ചെയ്തത്. അന്നത്തെ മതപ്രമാണികൾ പിന്നെ ദേവാലയത്തിനകത്ത് പുറപ്രാവ്, ആട്ടുകൊറ്റൻ, കാളക്കിടാവ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ മുഴുവൻ പിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, പക്ഷപാതക്കാരനോട് പറഞ്ഞു, എന്താ എടാ, ഞാൻ നിൻ്റെ പാപങ്ങൾ, നീ ആടുകൊറ്റന് കൊടുക്കണ്ട, കാളക്കിടാവിനെയും കൊടുക്കണ്ട, നിൻ്റെ പാപങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തു, നീ പോകോ. ഇതാ യേശു ഒന്ന് ചെയ്തേ. അതുപോലെ നമ്മൾ പറയുക, ഈ കാലഘട്ടത്തിൽ ഈ ദുഷ്ടവർഗം ചെയ്തു കൂട്ടുന്ന കപടതയ്ക്കെതിരെ എന്തെങ്കിലും ദൈവത്തിൻ്റെ കോപം വരുമെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റോളാം. കാരണം ജനങ്ങൾ സമാധാനത്തിലും സന്തോഷത്തിലും ദൈവത്തിൻ്റെ കൃപയിലും ജീവിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ഞാൻ ശരി ആട്ട ബ്രദറെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഇങ്ങനെ ഷെയ്ക്കൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വന്നത് പത്തനാപുരത്തു നിന്നാണ്. അദ്ദേഹം ഒരു ഓട്ടോ പിടിച്ചിട്ടൊക്കെയാണ് നമ്മുടെ, അതായത് ആ വന്ന ആൾ അവിടുന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട്, പഴയ അറിയുന്ന ഒരാളാണ്, വിളിച്ചു ഓട്ടോ വിളിച്ചിട്ട് ഓരോ വീടുകളിൽ കയറി ദൈവദാസന്മാരെ എന്നൊക്കെ വിളിച്ചിട്ട് ചെയ്ത, അപ്പം കാശ് വാങ്ങിക്കുന്നതാണ്. അപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് പുള്ളിക്കാരൻ ഞാൻ 5 പൈസ കൊടുത്തില്ല. 5 കാശും കൊടുക്കാതെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു വിട്ടപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഒരാൾ, ആന നടക്കുന്ന പോലെ നടക്കുന്നത് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നേ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ദൈവദാസന്മാരെ മാനിച്ചാൽ ദൈവം മാനിക്കും. ആ മാന്യത ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇനി ജനങ്ങളോട് പറയാം. ആ മാന്യത ചൂലെടുത്തുകൊണ്ടാകണം. അത് തന്നെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കള്ളന്മാർക്ക് 10 പൈസ നിങ്ങൾ കൊടുക്കരുത്. ദൈവത്തിന് ആത്മാവിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് ദൈവം മറ്റു പല വഴികളിലും പരിശുദ്ധാത്മാവ് ഒരുക്കി കൊടുക്കും. ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് വരുന്നവന് ആരും 10 രൂപ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ചെന്ന് നിങ്ങൾ അവരുടെ അടിമത്തത്തിലേക്ക് വീഴരുത്. നിങ്ങൾ ഇങ്ങനെ വരുന്ന കള്ളന്മാർക്ക്, അല്ലെങ്കിൽ അതായത് പൈശാചിക കള്ളന്മാർക്ക് നിങ്ങൾ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളും ആ വ്യക്തിയും തങ്ങളുടെ ബന്ധം ഉണ്ടാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശാപം തന്നെ ഉണ്ടാകുക. ഒരു സംശയം വേണ്ട കാര്യം അല്ലേ ബ്രദറെ? ഉറപ്പായിട്ടും ഉണ്ടാകുക. നിങ്ങൾക്ക് ദൈവം തരുന്ന ജ്ഞാനം അനുസരിച്ച് അത് ഉപയോഗിക്കൂ. അതല്ലേ ശരി? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് അങ്ങനെ ദൈവദാസന്മാരെ മാനിച്ചില്ലെന്നുണ്ടെങ്കിൽ ദൈവം മാനിക്കത്തില്ല. ഞാൻ പറയും, ഞാൻ ഇതേടോ പൊട്ടക്കണ്ണ, എനിക്ക് അങ്ങനെയുള്ള എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ട. ദൈവം അനുഗ്രഹം തരുന്നത്, നോക്കൂ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കാണ് അനുഗ്രഹം നൽകുന്നത്. ഉറപ്പായിട്ടും അതൊന്ന് മനസ്സിലാക്കിയാൽ. ഉറപ്പായിട്ടും. ഇവർക്ക് എങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത വേദന തോന്നും ബ്രദറെ. അതായത് ഈ ദൈവദാസന്മാരുടെ ഒരു ചിന്തയെന്ന് പറയുന്നത്, അവർ പഠിപ്പിക്കുന്നതും ഞങ്ങളാണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഞങ്ങളാണ് ദൈവത്തിന് വേണ്ടി വേലയെടുക്കുന്നത്. ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ.
എന്തിന് ഈ സർവ്വചരാചരങ്ങൾ, ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയൊക്കെ ഇത്രയും മനോഹരമായി സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഇപ്പോഴും അതിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ സർവശക്തന് മനുഷ്യൻ്റെ കൈവേല എന്തിന്? അതിൽ കൂടി കൊടുക്കുന്ന പണം. അതെ. സോ ഈ ദൈവത്തെ വേല വയ്ക്കുന്നതാണ് ഈ ദൈവവേല എന്നുള്ളത് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം. കറക്റ്റാ ബ്രദർ. ആ വാക്ക് ഒന്നുകൂടെ പറയും, ഒന്നുകൂടെ പറയും. അതെ, ദൈവത്തെ വേല വെക്കുന്നതാണ് ദൈവവേല. അല്ലാതെ ദൈവത്തിന് ആരും വേല ചെയ്ത് കൊടുക്കണ്ട. ദൈവത്തിനറിയാം എന്നിലൂടെ പ്രവർത്തിക്കാൻ, ദൈവത്തിനറിയാം നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ. അത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടല്ല, ദൈവം എന്നെ ഉപയോഗിക്കും. അല്ലാതെ ഞാൻ ദൈവത്തെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓഹോ, ഇതാണ് സത്യം. അത്രേ ഉള്ളൂ സഹോദര. ഈ സത്യം പറഞ്ഞാൽ ദൈവം നമ്മളെയാണ് ശുശ്രൂഷിക്കുന്നത്. അതെ, ഉറപ്പായിട്ടും നമ്മളെയാണ് ദൈവം. നമുക്കൊരിക്കലും ദൈവത്തെ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. ദൈവം എന്നെ ഉപയോഗിക്കുന്നു, നിങ്ങളെ ഉപയോഗിക്കുന്നു, കാക്കയെ ഉപയോഗിക്കുന്നു, പല്ലിയെ ഉപയോഗിക്കുന്നു, ഉറുമ്പിനെ ഉപയോഗിക്കുന്നു, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം ഉപയോഗിക്കുന്നു, എന്നെ ഉപയോഗിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. അതായത് ആ ഇത്രയും അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ ദൈവം, അല്ലെങ്കിൽ ഇത്രയും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവം എന്നെ ശുശ്രൂഷിക്കുന്നു എന്ന് പറയുമ്പോൾ, എന്നെ സംരക്ഷിക്കുന്നു എന്ന് പറയും, എൻ്റെ കാര്യങ്ങളെ നടത്തുന്നു എന്ന് പറയുമ്പോൾ, പക്ഷേ ഇവര് പറയുന്നത് എന്താണ്? ഞാൻ ദൈവത്തിന്റെ വേല ചെയ്യണം. അതെ, ഏതാ എങ്ങനെ പറ്റും? ദൈവം എൻ്റെ വേലയെ ചെയ്യുന്ന സഹോദര, എന്നെ സംരക്ഷിക്കുന്ന സഹോദര. ഉറപ്പായിട്ടും. ഓ മൈ ഗോഡ്. അതാണ് ശരിക്കും സത്യം എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് ദൈവത്തെ ശുശ്രൂഷിക്കാനോ ദൈവത്തെ പ്രീതിപ്പെടുത്താനോ ഒന്നും കഴിയത്തില്ല. ഞാൻ എന്ത് ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുമെന്ന് പറയുന്നത്? അത് എന്താണെന്നറിയാമോ? വേറൊരു കാര്യമുണ്ട്. നമ്മൾ പള്ളിയിൽ പോകണം, അവിടെ കൊട്ടുമ്പോൾ കുറച്ചു നേരം ബൗഡല പറഞ്ഞ് ഇങ്ങനെയുള്ള അന്യഭാഷകളൊക്കെ പറഞ്ഞിരിക്കണം. പിന്നെ അവർ പാസ്റ്റർമാർ പറയുന്നതെല്ലാം ചെയ്യണം. ഇത് മറ്റപ്പൂന്നോർക്ക് ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പറഞ്ഞു നരകം. ശരിയല്ല ബ്രദറെ, ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല. ഞാനും കാണിക്കുന്നത് ശരിയല്ല. ഇത് നമ്മളിത് തമാശ രൂപേണ പറയുന്നെങ്കിലും നമുക്ക് വേദനയോടുകൂടിയ സഹോദരൻ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഏറ്റവും വലിയ ഒരു അടിമത്വം എന്ന ഒരു ബന്ധനത്തിൽ കിടക്കുന്നത് ഇന്ന് ഞാൻ മനസ്സിലാക്കിയ സത്യം എന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്തീയ സഹോദരങ്ങൾ ഒരുപാട് ബന്ധനത്തിൽ കിടക്കുക. അത് അച്ഛന്മാരുടെ വേഷത്തിലായിരിക്കാം, അവരുടെ ഇതിൽ തിരുമേനിമാരുടെ വേഷത്തിലായിരിക്കാം, പാസ്റ്റർമാരുടെ വേഷം. ഏറ്റവും കടുത്ത ഒരു ബന്ധനം എന്ന് പറയുന്നത് പാസ്റ്റർമാരുടെ ബന്ധം തന്നെയാണ്. തീർച്ചയായും അവർ യേശുവിൻ്റെ നാമം പറഞ്ഞൊക്കെ ബന്ധിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു സഹോദരങ്ങളെ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്. നിങ്ങൾ ഏത് നാമം വേണമെങ്കിലും പറഞ്ഞ് ബന്ധിച്ചോളൂ, ഒരു പുണ്ണാക്കുമില്ല. നമുക്ക് അങ്ങനെ ചോദിക്കാം അല്ലേ? വെള്ളയും വെള്ളയിട്ട് നടക്കുന്ന ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതൊരു ചലഞ്ചായിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ വന്നിരുന്ന് ബന്ധിക്കൂ, ധൈര്യമായിട്ട് ബന്ധിക്കൂ. അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇതുപോലെ വന്നിരിക്കാനുള്ള ഒരു ആർജവം, നട്ടല് കാണിക്കട്ടെ. നിങ്ങൾ അതാണ് ശരി. നിങ്ങൾ ഈ പറയുന്നത് വെളിയിൽ വന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത്, ഒരു വീഡിയോയുടെ കമന്റിൽ കീഴിൽ വന്നിട്ട് നിങ്ങൾ കമന്റ് എഴുതിയിട്ട് നിങ്ങൾ അനാവശ്യം പറയുന്നതിലുപരി നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ ഇതുപോലുള്ളൊരു ഭാഗത്ത് വന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളോട് സമ്പാദിക്കാം. അതിന് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. ഞങ്ങൾ റെഡിയാ. നട്ടലുണ്ടെങ്കിൽ വരട്ടല്ലേ? പക്ഷെ അവർ ശുശ്രൂഷിക്കുന്നത് ജീവനുള്ള ദൈവത്തെ ആണെങ്കിൽ വരട്ടല്ലേ? ഇപ്പൊ ഇത് മനസ്സിലാവുന്നുണ്ട്. ഈ പഴയ നിയമകാലത്ത് നമ്മുടെ ഏലിയാവ് പറഞ്ഞത്, ഏലിയാവിന്റെ ദൈവവും ബാലിന്റെ ദൈവം എന്ന് പറഞ്ഞു. അവരും ദൈവം എന്നാ പറയുന്നത്, ബാലിന്റെ പ്രവാചകന്മാർ ദൈവം എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഞാനും പറയുന്നു, ഇപ്പം അതേ രണ്ട് സെക്ഷനായിട്ട് വെച്ചിട്ട് നമുക്ക് ധൈര്യത്തോട് പറയാൻ പറ്റും, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതെ, ഞാൻ ശബരിമല പോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, ഞാൻ ശബരിമല പോകുന്നത് ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ അപ്പാ എന്ന് വിളിക്കുന്ന എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജീവനോടെ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ശബരിമല പോകുന്നത്. ഞാൻ വീഡിയോ ഇട്ടിട്ടാണ് പോയത്. ആ വീഡിയോ ഇന്നും എൻ്റെ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. സോ അതുപോലെ ഞാൻ പറയുക, ഞാൻ ഇന്ന് സംസാരിക്കുന്നതും ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നതും ജീവനുള്ള ദൈവത്തിന് ഹിതമല്ലെങ്കിൽ ആ ദൈവത്തിന് ഹിതകരമെന്ന് പറഞ്ഞ് നടക്കുന്ന സംഘടനാ പ്രസ്ഥാനങ്ങളുടെ വക്താക്കൾ വന്നിരുന്ന് വാദിച്ചെന്നെ തോപ്പിക്കട്ടെ. അല്ല, ഇതിനിടയ്ക്ക് ഞാനൊരു വാർത്തയൊക്കെ അറിഞ്ഞായിരുന്നല്ലോ ബ്രദറെ. നിങ്ങൾ 7 ദിവസമോ 21 ദിവസമോ ഉപവസിച്ചിട്ട് നിങ്ങൾ മരിക്കാൻ വേണ്ടി ഉപവസിച്ചു എന്നൊക്കെ പറഞ്ഞു. അതെ, പത്തനംതിട്ടയിലുള്ള ഒരു സഹോദരി, ആ സഹോദരിയുടെ മകൻ ഞാനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ സഹോദരി ഇങ്ങനെ ഒരു 41 ദിവസം ഉപവസിച്ചിട്ട് കഴിഞ്ഞ 2025 ഡിസംബർ 31 മുമ്പ് ഞാൻ മണ്ണോട് മണ്ണ് ചേരുമെന്നുള്ളത് അവർ പ്രവചിച്ചു.
നമ്മളെ ഇനി ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴേ കേരളത്തില് ഇനിയിപ്പം അവര് സാധാരണ ഒരു വ്യക്തിയാ, ഇനി പാസ്റ്റർമാരെല്ലാം കൂടെ 21-40 ദിവസം ഉപവസിക്കുക. എനിക്ക് ആഗ്രഹം IPC മൊത്തത്തിൽ ഉപവസിക്കണം, ഷാരോൺ മൊത്തത്തിൽ ഉപവസിക്കണമെന്ന. IPSും TPM ഒക്കെ ഒന്നിച്ച് ഉപവസിക്കട്ടെ, നമുക്ക് നോക്കാം ആരുടെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. അല്ല അങ്ങനെ ആരെങ്കിലും മരിക്കുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു, ഇങ്ങനെ അനാവശ്യമായിട്ട് അവരുടെ ഇരിപ്പിടങ്ങളെല്ലാം പൊളിക്കുന്നു. ഓരോ ദിവസങ്ങളും ഈ സത്യങ്ങൾ കുറേച്ചെങ്കിലും മനസ്സിലാക്കി ഓരോ ആൾക്കാർ ഇങ്ങനെ സഭകളിൽ നിന്ന് വേറെ മാറുന്നു. ഇവന്മാരെ ഇനി ജീവിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് ഉദ്ദേശിച്ച് ഇവരിനി അങ്ങനെ ഉപവസിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ ഇന്ത്യയിലുള്ള മുഴുവൻ സഭകളുടെയും പാസ്റ്റർമാരെല്ലാം കൂടെ ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടുപേരെയും ഭൂമിയിൽ നിന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി നിങ്ങളൊന്ന് ഉപവസിച്ചോളൂ. അങ്ങനെയെങ്കിലും ഒന്ന് ഒരുമിക്കട്ടെ. ഇപ്പോഴും ഒരുമയില്ല, ഈ കാര്യത്തിലെങ്കിലും ഒന്ന് ഒരുമിക്കട്ടെ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന എന്താ പറയുന്നത് പാസ്റ്റർമാരായിട്ടുള്ള ഒരുമ, ഞങ്ങൾക്ക് പാസ്റ്റർമാരായിട്ടുള്ള ഒരുമപ്പേ ഇല്ല, ഞങ്ങൾക്ക് യൂണിറ്റി ഇല്ല. ഞങ്ങൾക്കുള്ള ഒരേ ഒരു യൂണിറ്റി ഞങ്ങൾ മേളിലുള്ള ഒരുവനുമായിട്ട്, ഞങ്ങളിലുള്ള ഒരുവനുമായിട്ട്. അപ്പോൾ ധൈര്യത്തോടെ അങ്ങനെ ആർക്കെങ്കിലും പറയണമെങ്കിൽ അതെ അങ്ങനെ പറയാം. വേറൊരു കാര്യം, പാസ്റ്റർമാരോടും അച്ഛന്മാരോടും മെത്രന്മാരോടും ഒക്കെ ഞങ്ങൾക്ക് സ്നേഹമാണ്, ഒരു മനുഷ്യനെന്നുള്ള എല്ലാവരോടും സ്നേഹമാണ്. പക്ഷെ അവർ പറയുന്ന പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പേരിൽ കാണിക്കുന്ന കപടതയ്ക്കെതിരാണ് ഇതാണ് സത്യം. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ഒരു പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഹഗ് ചെയ്യും, ഞാൻ ഷേക്കിൻ്റെ കൊടുക്കും, ബ്ലസ് ചെയ്യും. പക്ഷേ അവർ പറയുന്ന ആശയത്തെ ഞാൻ എതിർക്കും. 100%.